ആധുനിക ക്രിസ്ത്യാനികൾ ആദ്യത്തെ 2 കൽപ്പന പിന്തുടരുകയാണെങ്കിൽ ബാക്കിയുള്ളവ ചെയ്യുമെന്ന് ക്രിസ്തു പറഞ്ഞു എന്ന് അവകാശപ്പെടുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ 10 കൽപ്പനകൾ ആവർത്തിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് അവർക്ക് അറിയേണ്ടത്. ദൈവത്തെ മാത്രം ആരാധിക്കുക ഇപ്പോഴും ഒരു അടിസ്ഥാന തത്വം, എന്നാൽ യേശുക്രിസ്തുവിലൂടെ ആരാധിക്കുന്നതിൽ പൂർത്തീകരിച്ചിരിക്കുന്നു. വിഗ്രഹങ്ങൾ ഉണ്ടാക്കരുത് ഇപ്പോഴും ഒരു തത്വമാണ്, എന്നാൽ ഭൗതികവാദവും സ്വയം ആരാധനയും ഉൾപ്പെടെ എല്ലാ രൂപങ്ങളിലും വിഗ്രഹാരാധന ഒഴിവാക്കുന്നതായി കാണുന്നു. ദൈവനാമം വൃഥ എടുക്കരുത് ഇപ്പോഴും ഒരു തത്വമാണ്, എന്നാൽ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ദൈവത്തിന്റെ നാമത്തെയും സ്വഭാവത്തെയും ബഹുമാനിക്കുന്നതായി കാണാം. കർത്താവിന്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം. പുതിയ നിയമത്തിൽ അപ്പോസ്തലന്മാരോ ആദ്യകാല സഭയോ ആഴ്ചയുടെ 1-ാം ദിവസം ഞായറാഴ്ചയെ ആചരിച്ചിരുന്നതായി പ്രസ്താവിക്കുന്ന രേഖകളൊന്നുമില്ല. എന്നാൽ യേശു ചെയ്തതുപോലെ ആദിമകാല സഭ ആഴ്ചയുടെ 7-ാം ദിവസം ആചരിച്ചിരുന്നതായി പുതിയ നിയമം രേഖപ്പെടുത്തുന്നു. നിങ്ങളുടെ മാതാപിതാക്കളെ ബഹുമാനിക്കുക ഇപ്പോഴും ഒരു ധാർമ്മിക തത്വമാണ്, എന്നാൽ മനുഷ്യ ജീവനെ സ്നേഹിക്കുകയും വിലമതിക്കുകയും ചെയ്യുക എന്ന വലിയ തത്വത്തിന്റെ ഭാഗമായി കാണുന്നു. കൊല ചെയ്യരുത് ഇപ്പോഴും ഒരു ധാർമ്മിക തത്വമാണ്, എന്നാൽ മനുഷ്യ ജീവനെ സ്നേഹിക്കുകയും വിലമതിക്കുകയും ചെയ്യുന്ന ഒരു വലിയ തത്വത്തിന്റെ ഭാഗമായി കാണുന്നു. വ്യഭിചാരം ചെയ്യരുത് ഇപ്പോഴും ഒരു ധാർമ്മിക തത്വമാണ്, എന്നാൽ ബന്ധങ്ങളിലെ വിശുദ്ധിയുടെയും വിശ്വസ്തതയുടെയും ഒരു വലിയ തത്വത്തിന്റെ ഭാഗമായി കാണുന്നു. മോഷ്ടിക്കരുത് ഇപ്പോഴും ഒരു ധാർമ്മിക തത്വമാണ്, എന്നാൽ മറ്റുള്ളവരുടെ സ്വത്തോടുള്ള സത്യസന്ധതയുടെയും ബഹുമാനത്തിൻ്റെയും ഒരു വലിയ തത്വത്തിന്റെ ഭാഗമായി കാണുന്നു. കള്ളസാക്ഷ്യം പറയരുത് ഇപ്പോഴും ഒരു ധാർമ്മിക തത്വമാണ്, എന്നാൽ സത്യസന്ധതയുടെയും സമഗ്രതയുടെയും വലിയ തത്വത്തിന്റെ ഭാഗമായി കാണുന്നു. മോഹിക്കരുത് ഇപ്പോഴും ഒരു ധാർമ്മിക തത്വമാണ്, എന്നാൽ സംതൃപ്തിയുടെയും ദൈവത്തിന്റെ കരുതലിലുള്ള വിശ്വാസത്തിന്റെ ഒരു വലിയ തത്വത്തിന്റെ ഭാഗമായി കാണുന്നു.